നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സ്ത്രീധനത്തിന്റെ പേരിൽ 24 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി നെഞ്ചിൻ കൂട് തകർന്ന് വാരിയലുകൾ പൊട്ടി വയറിൽ ക്രൂരമായ മർദ്ദനമേറ്റ് മരണത്തിന് കീഴടങ്ങിയിട്ടെന്ന് 85 ദിവസം. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ പുറത്തു വരുന്നത് ഭർത്തൃ വീട്ടിൽ ആ പെൺകുട്ടി അനുഭവിച്ച ദാരുണ കഥകൾ. സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി ഡോക്ടർ ഷഹനയുടെയും ഭർത്തൃ വീട്ടുകാരുടെയും പീഡനത്തിനിരയായി മരിച്ച കോഴിക്കോട് സ്വദേശി ഷബ്നയുടെയും മരണങ്ങളിൽ കേരളം കണ്ണീർ വാർത്തപ്പോൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് കോട്ടയം അതിരമ്പുഴ സ്വദേശി ഷൈമോൾ സേവ്യറുടെ മരണം. ഷൈമോളുടെ മരണത്തിലെ ദുരൂഹത തേടി അതിരമ്പുഴ കാട്ടുംപാറ വീട്ടിലെത്തുമ്പോൾ അവിടെ കണ്ടത് നെഞ്ചിലെ തേങ്ങലടങ്ങാത്ത അമ്മയെ, ഏക സഹോദരി നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടൽ വിട്ടുമാറാത്ത സഹോദരങ്ങളെ. കുട്ടികൾ നന്നേ ചെറുതായിരിക്കുമ്പോഴായിരുന്നു പിതാവ് ഷാജി ജോർജ് കാർ അപകടത്തിൽ മരണപ്പെടുന്നത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് അമ്മ ഷീല ഷൈമോളെയും ഷാനെയും ഷൈനയെയും വളർത്തിയത്. ഡിഗ്രി വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴാണ് ഷൈമോൾ അതിരമ്പുഴ ശ്രീകണ്ഠമംഗലം പനേത്തിങ്കവല പാക്കത്തുകുന്നൽ അനിൽ വർക്കിയെ പരിചയപ്പെടുന്നത്. ലോറി ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്നു. വിവാഹാലോചന വന്നപ്പോൾ വീട്ടുകാർ എതിർത്തു. അന്ന് അനിലിന്റെ പേരിൽ കഞ്ചാവ് വിൽപ്പനയും അടിപടിയും ഉൾപ്പെടെ 4 കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വീട് വിട്ടിറങ്ങി അനിലിനെ വിവാഹം കഴിച്ച ഷൈമോൾ ഭർത്തൃ വീട്ടിൽ സന്തോഷമായി കഴിയുന്നുവെന്നാണ് വീട്ടുകാർ കരുതിയത്. 4 വർഷമായി താൻ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളെ കുറിച്ച് ഷൈമോൾ ഒരിക്കൽ പോലും പറഞ്ഞിരുന്നുമില്ല. മരണത്തിന് 2 നാൾ മുൻപ് വരെയും ഷൈമോളെ വീട്ടുകാർക്ക് ഒരിക്കൽ പോലും നേരിട്ട് വിളിക്കാൻ കഴിയുമായിരുന്നില്ല. ഭർത്താവിന്റെയോ ഭർത്തൃമാതാവിന്റെയോ ഫോൺ എടുത്ത് രഹസ്യമായിട്ടാണ് അമ്മയെ വിളിച്ചിരുന്നത്. ഇടയ്ക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയെങ്കിലും അതിനും വിടാതായതോടെ സ്വന്തം വീടുമായുള്ള എല്ലാ ബന്ധവും നിലച്ചു. ഷൈമോൾ തന്റെ ദുരിതങ്ങളെല്ലാം പങ്കുവച്ചിരുന്നത് ഭർത്തൃ സഹോദരന്റെ ഭാര്യയോടായിരുന്നു. മദ്യപിച്ചെത്തി ഭർത്താവ് സ്ഥിരമായി മർദ്ദിക്കുന്നതും ഭർത്തൃപിതാവ് മോശമായി പെരുമാറിയതും ഭർത്തൃമാതാവിനെ മാനസിക പീഡനങ്ങളുമെല്ലാം ആ മെസ്സേജുകളിലൂടെയായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. UK-യിൽ താമസിക്കുന്നവരാണ് ഷൈമോളുടെ അമ്മയെ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഭർത്തൃ വീട്ടുകാരറിയാതെ ഒരു ദിവസം പുലർച്ചെ കുഞ്ഞുമായി സ്വന്തം വീട്ടിലെത്തിയ ഷൈമോൾ അവൾ അനുഭവിച്ച പീഡന കഥകൾ അമ്മയോട് പറഞ്ഞു. മർദ്ദനത്തിന്റെയും പൊള്ളലിന്റെയും പാടുകൾ കാണിച്ചു കൊടുത്തു. വീണ്ടും ആ വീട്ടിലേക്ക് പോകില്ല എന്ന് അമ്മയോട് സത്യം ചെയ്തു. നവംബർ 5-നായിരുന്നു ഇത്, ഷൈമോളുടെ മരണത്തിന് 2 ദിവസം മുൻപ്. ഷൈമോൾ നേരിട്ട ദുരിതങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി അമ്മയും ബന്ധുക്കളും അന്നു തന്നെ അനിലിന്റെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അവൾക്ക് ഇനിയൊരു ഉപദ്രവം ഉണ്ടാകില്ല എന്ന് അനിലും മാതാപിതാക്കളും ഉറപ്പ് നൽകി. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാണ് ഷൈമോളെ ഭർത്തൃ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത്. ശരീരത്തിലെ മുറിവുകൾ കണ്ട ആശുപത്രി അധികൃതരാണ് വിവരം പോലീസിനെ അറിയിച്ചതും. മണിക്കൂറുകൾ കഴിഞ്ഞായിരുന്നു അമ്മയെ വിവരം അറിയിക്കുന്നത്. അവിടെ കണ്ടത് ഷൈമോളുടെ പാതി അടഞ്ഞ കണ്ണുകൾ. മകളുടെ മുഖം കയ്യിലെടുത്ത് പൊട്ടിക്കരഞ്ഞ അമ്മയുടെ വിരലുകളിൽ ഷൈമോളുടെ ചെവിക്ക് പിന്നിൽ നിന്നും ഇറങ്ങിയ രക്തത്തിന്റെ നനവ് പടർന്നു. ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടാണ് ഷൈമോൾ മരിച്ചതെന്ന് വീട്ടുകാർ അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ്. പ്രധാനമായും 4 തരം മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറഞ്ഞിരുന്നത്. നെഞ്ചിനേറ്റ കനത്ത പ്രഹരത്തെ തുടർന്ന് നെഞ്ചിന്റെ ഭിത്തി പൊട്ടിയുണ്ടായ രക്തസ്രാവം, മർദ്ദനത്തെ തുടർന്ന് വയറിനുള്ളിൽ കെട്ടിക്കിടന്ന 1/2 ലിറ്റർ കറുത്ത രക്തം, കയറിൽ തൂങ്ങിയപ്പോൾ കഴുത്തിലുണ്ടായ മുറിവുകൾ, ഇരു തുടകളിലും കൈത്തണ്ടയിലും കാണപ്പെട്ട ചതവിന്റെയും പൊള്ളലിന്റെയും പഴയ പാടുകൾ. ആരോഗ്യമുള്ള ഒരാളുടെ നെഞ്ചിന്റെ സംരക്ഷണ അസ്ഥി തകർക്കുക എളുപ്പമല്ലെന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു. അത്ര ദൃഢവും കട്ടിയുള്ളതുമാണത്. മലർത്തിക്കിടത്തി നെഞ്ചിന് ആഞ്ഞു ചവിട്ടുകയോ ചുറ്റിക പോലെയുള്ള വസ്തു കൊണ്ട് ഇടിക്കുകയോ ചെയ്താൽ മാത്രമേ അത് പൊട്ടൂ. ഇത് തകർന്നിട്ടുണ്ടെങ്കിൽ അത്ര ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. വൻകുടലിൽ കനത്ത ക്ഷതം ഏറ്റതുകൊണ്ടാണ് 1/2 ലിറ്ററോളം കറുത്ത രക്തം കെട്ടിക്കിടന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. രാവിലെ 6:40-ന് അനിലിന്റെ ഫോണിൽ നിന്നും അമ്മയോട് സംസാരിക്കുമ്പോഴും 7 മണിക്ക് ഗേറ്റ് വരെ നടന്നെത്തി പാൽക്കാരനോട് സംസാരിക്കുമ്പോഴും ഷൈമോൾക്ക് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ആത്മഹത്യാ പ്രവണതയോ ഉണ്ടായിരുന്നില്ല. പാലും പത്രവുമായി വീട്ടിനുള്ളിലേക്ക് കയറിയ ഷൈമോൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലാണ് അന്വേഷണം വേണ്ടത്. നെഞ്ചിന്റെ ഭിത്തിയും വാരിയലും തകരാൻ മാത്രം അവളെ ആരാണ് മർദ്ദിച്ചത്? നെഞ്ചിലും വയറിലും ആഴത്തിൽ മുറിവേറ്റ പെൺകുട്ടിക്ക് എഴുന്നേറ്റ് പോയി ആത്മഹത്യ ചെയ്യാനുള്ള ശാരീരിക മാനസിക അവസ്ഥ ഉണ്ടാവുമോ? ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം തേടേണ്ടത്. അനിലും പിതാവും അറസ്റ്റിലായെങ്കിലും ജാമ്യത്തിലാണ്.
ഷൈമോളുടെ 2.5 വയസ്സുള്ള മകളുടെ സംരക്ഷണം ഇപ്പോൾ കോട്ടയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാണ്. ഷൈമോളുടെ മരണത്തിന്റെ സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡനം എന്നിവ ഉൾപ്പെടുത്തി സെക്ഷൻ 306, 498A പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ മർദ്ദനത്തിൽ തെളിവുകളുണ്ട്. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. കോട്ടയം ഡിവൈഎസ്പി ആയ KG അനീഷ് കുമാറാണ് കുറ്റപത്രം സമർപ്പിക്കുക.